നമസ്കാരം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, ഭീകരവാദ ആക്രമണങ്ങൾ അത് താലിബാൻ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ കൂടി നടത്തപ്പെടുന്നതാണ്. താലിബാൻ പാകിസ്ഥാനെതിരായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നാണ് പാകിസ്ഥാൻ ന്യായവാദം പറയുന്നത്. പക്ഷേ താലിബാൻ ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. പാകിസ്ഥാൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ട് എങ്കിൽ അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഞങ്ങളാരും അതിർത്തി വിട്ട് പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ല. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനം നടക്കുന്നുണ്ട് എങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് പരിഗണിക്കേണ്ടത് പാക് ഭരണകൂടമാണ്, അല്ലാതെ ഞങ്ങളുടെ നെഞ്ചത്തേക്ക് കയറിയിട്ടല്ല എന്ന് താലിബാൻ പ്രതികരിക്കുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ സമാനമായ ഇടങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരുന്നു, വ്യോമാക്രമണം നടത്തിയിരുന്നു. ജനവാസ കേന്ദ്രങ്ങളിലാണ് പാകിസ്ഥാൻ്റെ മുഴുവൻ വ്യോമാക്രമണവും നടക്കുന്നത് എന്ന് നമുക്കറിയാം. കനത്ത ആൾനാശം ആ ആക്രമണങ്ങളിലുണ്ടായി. എന്നാൽ താലിബാൻ വെറുതെ ഇരുന്നില്ല. താലിബാൻ ശക്തമായി തന്നെ പ്രതികരിച്ചു. പക്ഷേ താലിബാൻ്റെ പ്രതികരണം കരമാർഗത്തിലൂടെയായിരുന്നു. പാകിസ്ഥാൻ്റെ ഔട്ട് പോസ്റ്റുകളെല്ലാം താലിബാൻ തകർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നിരവധി ആൾനാശം പാകിസ്ഥാൻ്റെ ഭാഗത്തും വരുത്തി വയ്ക്കാൻ താലിബാന് സാധിച്ചു. പക്ഷേ അപ്പോഴും താലിബാൻ തിരിച്ചൊരു വ്യോമാക്രമണം നടത്തിയിരുന്നില്ല. അതിൻ്റെ കാരണം നമുക്കറിയാം. താലിബാൻ്റെ കയ്യിൽ യുദ്ധവിമാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ കരമാർഗമുള്ള ആക്രമണം മാത്രമാണ് നടത്തിയത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് രാവിലെയോടുകൂടി താലിബാന്റെ മറ്റൊരു തിരിച്ചടി ഉണ്ടായി. കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി എന്ന രീതിയിലാണ് താലിബാൻ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഒരു പ്രത്യാക്രമണം നടത്തിയത്. ആ പ്രത്യാക്രമണം എന്ന് പറഞ്ഞാൽ നിലവിലുള്ള സംഘർഷം അനുസരിച്ച് ഡ്യൂറൻഡ് ലൈനിലാണ്, അതായത് പാകിസ്ഥാനെയും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി പ്രദേശത്താണ് സംഘർഷം നടക്കുന്നത്. അതിർത്തി വിട്ട് ഇങ്ങോട്ട് വലിയ ആക്രമണമൊന്നും താലിബാൻ നടത്താറില്ല. പക്ഷേ ഇന്ന് താലിബാൻ തിരിച്ചടിച്ചിരിക്കുന്നു. ഇന്നത്തെ താലിബാൻ്റെ തിരിച്ചടിയുടെ പ്രത്യേകത പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് താലിബാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. മാത്രമല്ല അതൊരു വ്യോമാക്രമണം കൂടിയായിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലുള്ള ഫൈസാബാദ് എന്ന നഗരത്തിലെ ഒരു പാക് സൈനിക കേന്ദ്രത്തെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു അഫ്ഗാനിസ്ഥാൻ്റെ ഒരു വിമാനം. മാത്രമല്ല അബോട്ടാബാദിലെ മറ്റൊരു സൈനിക കേന്ദ്രത്തിനും കനത്ത നാശം ഉണ്ടാക്കാൻ താലിബാന് സാധിച്ചു. ഈ 2 ആക്രമണങ്ങളും വ്യോമാക്രമണമായിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. യുദ്ധവിമാനങ്ങളില്ലാതെ എങ്ങനെയാണ് താലിബാൻ വ്യോമാക്രമണം നടത്തിയത്? താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണത്തിനെത്തുന്നതിന് മുമ്പ്, അതായത് 2021 മുമ്പ് അമേരിക്കയും സഖ്യകക്ഷികളുടെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അഫ്ഗാൻ എയർഫോഴ്സ് ഉണ്ടായിരുന്നു. ആ അഫ്ഗാൻ എയർഫോഴ്സിന് ചെറിയ യുദ്ധവിമാനങ്ങൾ, എംബ്രിയർ A229 പോലെയുള്ള യുദ്ധവിമാനങ്ങളും മറ്റും ഉണ്ടായിരുന്നു. ഏതാനും ചില ഹെലികോപ്റ്ററുകളും മറ്റുമൊക്കെ അഫ്ഗാനിസ്ഥാൻ എയർഫോഴ്സിന് ഉണ്ടായിരുന്നു. പക്ഷേ ഈ സഖ്യകക്ഷികൾ, അമേരിക്കയും സഖ്യകക്ഷികളും അവിടെ നിന്ന് പിന്മാറിയത് ഈ യുദ്ധവിമാനങ്ങളും തിരിച്ചു കൊണ്ടുപോയാണ്. അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റാത്ത ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും ഒക്കെ നശിപ്പിച്ച ശേഷമാണ് സൈന്യം അവിടെ നിന്ന് പിന്മാറിയത്. അത് താലിബാൻ ഉപയോഗിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അങ്ങനെ താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നു. ആ അധികാരം പിടിച്ചെടുത്തതിന് ശേഷം തീർച്ചയായും താലിബാനും ഒരു എയർഫോഴ്സ് ഉണ്ട്. പക്ഷേ ആ എയർഫോഴ്സിന് 29 വെറും സാധാരണ വിമാനങ്ങളും അതുപോലെ തന്നെ 19ഓളം ഹെലികോപ്റ്ററുകളും മാത്രമാണുള്ളത്. അവർക്ക് യുദ്ധവിമാനങ്ങളില്ല, ഫൈറ്റർ ജെറ്റുകളില്ല. പക്ഷേ ഇന്ന് അവർ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ സാധാരണ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചാണോ, അതോ മറ്റാരെങ്കിലും താലിബാന് ഫൈറ്റർ ജെറ്റുകൾ നൽകിയിട്ടുണ്ടോ? ഏത് യുദ്ധവിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത്? ഇതെല്ലാം ഇനി പുറത്തു വരേണ്ട വിവരങ്ങളാണ്. പക്ഷേ ഈ വിവരങ്ങൾ പാകിസ്ഥാൻ്റെ ചങ്കിടിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പാകിസ്ഥാൻ ഒരു എയർ ഡിഫൻസ് സംവിധാനമുള്ള രാജ്യമാണ്. ചൈന പാകിസ്ഥാന് എയർ ഡിഫൻസ് സംവിധാനം നൽകിയിരുന്നു. എന്നാൽ ആ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ മറികടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇന്ത്യ ആ വ്യോമ പ്രതിരോധ സംവിധാനം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. വീണ്ടും അവർ വ്യോമ പ്രതിരോധ സംവിധാനം തിരികെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ പോലും ഈ ചൈനീസ് ഉപകരണങ്ങൾക്ക് തടയാൻ സാധിക്കുന്നില്ല എന്നൊരു വിവരവും കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അഫ്ഗാനിസ്ഥാൻ എന്ന ചെറിയ രാജ്യം പോലും
സ്വന്തമായി യുദ്ധവിമാനമില്ലാത്ത രാജ്യം പോലും ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനത്തെ മറികടന്ന് ആക്രമണം നടത്തിയെന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് പാകിസ്ഥാന് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ദിവസങ്ങളിൽ വലിയ രീതിയിൽ ശൂരത്വം കാട്ടിയിരുന്ന പാകിസ്ഥാൻ താലിബാൻ്റെ ഇന്നത്തെ തിരിച്ചടിക്ക് പിന്നാലെ പാകിസ്ഥാൻ UAE പോലെയുള്ള അഫ്ഗാനിസ്ഥാനും താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കുന്ന UAE, ഖത്തർ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഓടിപ്പോയതും എത്രയും പെട്ടെന്ന് സംഘർഷം നിർത്തണം എന്നാവശ്യപ്പെട്ടത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.